കശ്മീരിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ പെഹൽഗാം. കശ്മീരിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കാലാവസ്ഥ എപ്പോഴാണ് മാറി മറിയണേ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ വരെ അതിശക്തിയായ മഞ്ഞും തണുവും ഒക്കെയായിരുന്നു. ഇന്നിതാ രാവിലെ ഗീർ ഭവാനി ടെമ്പിളിൽ നിന്ന് നമ്മൾ പോരുമ്പോൾ തന്നെ നല്ല മഴയാണ്. പെഹൽഗാമിലേക്ക് പോണ വഴിയിലെ ചില കാഴ്ചകൾ നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നിമിഷം നമ്മൾ ശങ്കിച്ചു കൂട്ടോ, ഇതൊക്കെ ശരിക്കും ഇന്ത്യയിൽ തന്നെയാണോ എന്ന്. ഒരു ശരിക്കും പറയണ പോലെ തന്നെ ഒരു മിനി സ്വിറ്റ്സർലാൻഡിൻ്റെ വൈബൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ തുടങ്ങുകയാണ്. ആ വഴിയിലൂടെ പോകുമ്പോൾ ചിനാർ മരങ്ങളും അതിലെ നമ്മൾ ഈ പിക്ചേഴ്സിലൊക്കെ കാണുന്ന രീതിയിലുള്ള പ്രകൃതി ഭംഗികൾ നമ്മൾ നേരിട്ട് കാണാൻ തുടങ്ങുകയാണ് വഴിയിലൂടെ തന്നെ. വഴിയിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും എന്ന് ഞങ്ങളും എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ. കേസർ ഇതാണ് കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവിൻ്റെ കൃഷിയാണ് അവിടെ. ഈ പൂവിൻ്റെ ഉള്ളിൽ നിറച്ച് കുങ്കുമപ്പൂവാണ്. നല്ലോണം മഞ്ഞൊക്കെ ഉണ്ട്, ബുക്കൊക്കെ അടച്ചിരിക്കുക. ഈ വയലറ്റ് പൂവിൻ്റെ ഉള്ളിൽ കാണുന്ന ചുമന്നതാണ് കേട്ടോ നമ്മുടെ കുങ്കുമപ്പൂവ്. നല്ല മനോഹരമായിട്ട് കാണാം. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് രൂപീന്ദ്ര സിംഗ് ഒരു കടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒറിജിനൽ ഓർഗാനിക് ആയിട്ടുള്ള കുങ്കുമപ്പൂവ് ഇവിടെ ലഭിക്കുന്നതാണ് പറഞ്ഞേക്കണം. ഇനി നമ്മൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഡയറക്റ്റ് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല, അത് ഉണക്കിയിട്ടൊക്കെയാണ് നമുക്ക് തരണത്. സാഫ്രൻ കവാ ഇതാണ് നമ്മുടെ രൂപീന്ദ്ര സിംഗ് പറഞ്ഞ കട. അവിടെ നിന്നാണ് അത് റഷി സാഫ്രോൺ കമ്പനി. ഇവിടെ നിന്നാണ് നമ്മൾ ഇനിയിപ്പോൾ സാഫ്രോൺ കുറച്ച് എന്തായാലും നമ്മൾ വന്നതാണല്ലോ, അപ്പോൾ ഇത്രയ്ക്ക് പ്യുവറായിട്ടുള്ള സാഫ്രോൺ നമുക്ക് കിട്ടാനും വേറെ വഴി ഉണ്ടാവില്ലല്ലോ നാട്ടിലും. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സാഫ്രോണൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് ഈ കടയിൽ. एक फूल में होता है 3 पीस, ये जो लाल है ना 3, यही होता है इसमें केसर. ये पूरा इंडिया कश्मीर में खाली इन्हीं 6 किलोमीटर में निकलता है. इस एरिया का नाम है लतापुरा पामपुर. हमारा गांव आता है लतापुरा, टाउन आता है हमारा पामपुर, डिस्ट्रिक्ट आता है पुलवामा. ये जो केसर है ना ये साल में खाली एक ही बार निकलता है, एक ही महीना निकलता है. 25 अक्टूबर से 25 नवंबर निकलता है ये केसर. सबसे पहला इसको केसर भी बोलते हैं, इसको साफरान भी बोलते हैं, इसको ज़ैफ़रान भी आते हैं. हाँ നമുക്ക് സ്മെൽ ചെയ്യാൻ തന്നിരിക്കുകയാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി അദ്ദേഹം നമുക്ക് ഹിന്ദിയിലാണ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ലൊരു സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു തരുകയാണ് കേട്ടോ. ഈ കുങ്കുമപ്പൂവിൻ്റെ ഒരു എതള് അല്ലെങ്കിൽ ഒരു അല്ലി എടുത്തിട്ട് ആള് പറയണത് എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ടീത്ത് പല്ലിൻ്റെ മുൻപിലത്തെ പല്ലുകൊണ്ട് ഒന്ന് ജസ്റ്റ് കടിച്ച് നോക്കുക അത്ര. അപ്പോൾ നമുക്ക് ഒരു കയ്പ്പ് വരും, ഒരു ചെറിയതായിട്ടുള്ള ഒരു കയ്പും ടേസ്റ്റും വരും. അതാണ് കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് എന്നാണ് പുള്ളി പറഞ്ഞത്. അത് കൂടാണ്ട് ആൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ പാലിലേക്ക് ഇടുമ്പോൾ അതിന് കളറ് ഒരു ലൈറ്റ് ഒരു മഞ്ഞ കളറാണ് വരിക. അതല്ലാണ്ട് ചുമപ്പോ അല്ലെങ്കിൽ അത് അലിയോ ചെയ്യില്ല. ഒരു മഞ്ഞ കളറ് ജസ്റ്റ് വരികയുള്ളൂ. അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ കളറുകൾ ഇങ്ങനെ പോവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയണത്. പിന്നെ ആരോഗ്യപരമായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അങ്ങനെ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള നല്ലതാണ് നമ്മുടെ ശരീരത്തിന് എന്നുള്ള അറിവും കൂടി അദ്ദേഹം പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് പേര് തന്നെ ക്രോക്കസ് സെറ്റൈമ എന്നാണ്. അതിൽ ക്രോസിൻ്റെ അംശമുണ്ട്, അത് മെഡിസിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതൊന്നും കൂടാണ്ട് ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സാഫ്രോണിന്റെ ഡ്രൈ ഫ്രൂട്ട്സ്, സാഫ്രോണിന്റെ ക്രീം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവർ അവിടെ നിന്ന് നമുക്ക് കൊറിയർ വഴിയൊക്കെ അയച്ചു തരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരുടെ ഇൻസ്റ്റാഗ്രാം സൈറ്റിലും അതേപോലെ തന്നെ അവരുടെ സൈറ്റുകളിലെല്ലാം ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
ചൂടാക്കണോ അമ്മയും മോളും കൈ ചൂടാക്കണം വേണ്ട ഗ്യാസാണ്. ഇത് അവിടുത്തെ സാധാരണക്കാർ ചൂട് പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അവരുടെ ഒരു വലിയ പർദ്ദ പോലത്തെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇത് വച്ചിരിക്കും ഇത്ര അവർ. അങ്ങനെ ഫുള്ള് ഈ രാത്രിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് രാത്രിയൊക്കെ ഭയങ്കര തണുപ്പുള്ള സമയത്ത് ആ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് ചൂടാവും എന്നാണ് പറയണേ. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് രൂപീന്ദ്ര സിംഗ് നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ മുകളിൽ അവർ ആ പർദ്ദ ഇട്ടിട്ട് ഇരിക്കും എന്നാണ് പറയണേ. അപ്പോൾ നല്ലോണം ചൂടാവും. അങ്ങനെ നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെയൊക്കെ കൂടുതലും ആലു പൊറോട്ടയൊക്കെയാണ് രാവിലെ തന്നെ, അല്ലാണ്ട് നമ്മുടെ അവിടുത്തെ പോലെ ഇഡ്ഡലി ദോശ ഒന്നും കിട്ടില്ലല്ലോ. പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ച് പോവുകയാണ് കേട്ടോ. നമ്മൾ പോണ വഴിയിലെ മുകളിൽ നിന്നുള്ള ബേതാബ് വാലിയുടെ വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മൾ ഇറങ്ങി താഴേക്ക് ബേതാബ് വാലിയുടെ അവിടേക്ക് ഡയറക്റ്റ് പോകും. ഇതിപ്പോൾ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് കാണാൻ പറ്റണത് ഹെയർ പിൻ ബെൻഡിൻ്റെ അവിടെ നമ്മൾ നിർത്തി ആ വ്യൂ ഫുള്ള് കാണുന്നതാണ് കേട്ടോ. ഇത് ശരിക്കും എന്ത് ഭംഗിയാലേ. പക്ഷെ അവർ പറയുന്നുണ്ട് കേട്ടോ, ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഇവിടെ മുഴുവനും ഐസായിരിക്കും, നമുക്ക് ഇത്രയ്ക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റില്ല, ഫുൾ ഐസായിട്ട്. അത് വേറൊരു ഭംഗിയുള്ള സീനാണ്, ഫുൾ ഐസിൽ മുങ്ങിക്കിടക്കുന്നത്. അതല്ല വെച്ചാൽ നമുക്കിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണെങ്കിൽ നമ്മൾ ഈ നവംബർ മാസത്തിലൊക്കെ വരണം. നവംബർ മാസത്തിലെ ബേതാബ് വാലിയുടെ ഒരു വ്യൂ ആണത്. ശരിക്കും നമ്മുടെ പിക്ചേഴ്സിലൊക്കെ കാണുന്ന ഒരു വ്യൂ തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. അങ്ങനെ നമ്മൾ ബേതാബ് വാലിയുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അഡൽട്ട്സിന് 100 രൂപയും കുട്ടികൾ 6 to 12 ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് 50 രൂപയും അതിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ് കേട്ടോ. ബേതാബ് വാലി ശരിക്കും ഒരു അത്ഭുതമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണോ എന്ന് ഞാനത് മുൻപും പറഞ്ഞിരുന്നു. ശരിക്കും നമുക്ക് തോന്നിപ്പോവും. അതേപോലെ മനോഹരമാണ്. ഒരു സ്ഥലം പച്ചപ്പ് നിറഞ്ഞ പൈൻ മരങ്ങളും ഒക്കെ ആണെങ്കിൽ മറുവശത്ത് കുറേ വാലീസാണ്. അതിൻ്റെ അപ്പുറം കുറേ മഞ്ഞ നിറത്തിലുള്ള മരങ്ങളാണ്. ചിലത് ഉണങ്ങിയ ഒരു പിക്ചേഴ്സിലൊക്കെ കാണുന്ന സ്റ്റൈലിലുള്ള മരങ്ങളാണ്. എങ്ങനെയാണ് എനിക്ക് വിവരിക്കാമെന്ന് എനിക്കറിയില്ല. ശരിക്കും നമ്മളൊരു കാണേണ്ട വ്യൂ തന്നെയാണ്. Sir? Feeling well? Not feeling well. പൊക്കോ കുഞ്ഞു പൊക്കോ. ആ അമ്മ പിടിക്കാം, അമ്മ പിടിക്കാം. ആ
बड़ी बार आख्या पर जाए कन्नै प्रोग्राम बनाओ तो जोनी बड़ी बार आख्या मैं श्रीनगर में तुसें घुमांदा तुसी एक बार तैयार हो आओ ते है हाँ 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 കുഞ്ഞു വീഴും എന്താ ഭംഗി എന്താ രസം കുഞ്ഞു വീഴും വാ 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 കുഞ്ഞു വീഴും എന്താ ഭംഗി എന്താ രസം കുഞ്ഞു വീഴും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലത്തെ ട്രോളികൾ അവൈലബിൾ ആണ് കേട്ടോ അവിടെ. നമ്മൾ തിരിച്ച് പോവാറാവുമ്പോഴേക്കും നല്ലോണം കോട നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ളവർ നമ്മളോട് ഒരു വാണിംഗ് പോലെ പറയുന്നുണ്ട്, മുകളിലേക്ക് ഇനി കയറരുത്, ഹെയർ പിൻ ബെൻഡിൻ്റെ മുകളിലും ഇനിയും നമുക്ക് വേണമെങ്കിൽ പോവാം, പക്ഷെ കയറരുത്, കോട കാരണം നമുക്ക് വഴി കാണില്ല എന്ന് അവർ പ്രത്യേകം ഇൻഫോം ചെയ്യുന്നുണ്ട്. കുഞ്ഞു വണ്ടി അതുകൊണ്ട് നമ്മൾ ഇനി മുകളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുകളിലേക്ക് പോകുന്നില്ല, താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ അച്ചാബാൽ എന്ന് പറഞ്ഞ ഒരു ഗാർഡനിലേക്കാണ് പോണത്. നമ്മൾ പോവാറായപ്പോഴേക്കും നിറച്ച് കോടയൊക്കെ നിറഞ്ഞു. ഇനി എത്രത്തോളം ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അമ്മേ, ഐസ് പോലെ ഫ്രീസായി. അടുത്ത വീഡിയോയില് പ്രകൃതി ഭംഗിയാൽ നിർമ്മിതമായ അച്ചാബാൽ എന്ന് പറഞ്ഞ ഗാർഡൻ നമുക്ക് കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.